ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം കടക്കവേ ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. ഇടതുപക്ഷവും കോൺഗ്രസും മാത്രമല്ല, BJPയും ശക്തമായ സാന്നിധ്യമുറപ്പിക്കുന്ന മണ്ഡലം. പക്ഷേ കഴിഞ്ഞ 3 തവണയായി ശശി തരൂരിലൂടെ മണ്ഡലം UDFന് പ്രതീക്ഷയുള്ള കോട്ടയാണ്. UDFന് വേണ്ടി ഇത്തവണയും ശശി തരൂർ തന്നെ ഇറങ്ങുമെന്ന് ഉറപ്പായിട്ടുണ്ട്. CPIക്ക് വേണ്ടി പന്ന്യൻ രവീന്ദ്രന്റെ പേര് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും താനില്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. ദിവസങ്ങൾക്കകം CPIയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വ്യക്തത വരാനിരിക്കെയാണ് BJP സ്ഥാനാർത്ഥിയെക്കുറിച്ച് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചിരിക്കുന്നത്. നിർമ്മല സീതാരാമൻ, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ പേര് മുതൽ ഒരു വേള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് വരെ സ്ഥാനാർത്ഥി സാധ്യതയിൽ ഉയർന്നുകേട്ടിരുന്നു. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ BJP നേതാക്കൾ, നടൻ കൃഷ്ണകുമാർ എന്നിവരുടെ പേരും അന്തരീക്ഷത്തിലുണ്ട്. എന്നാൽ കുമ്മനം രാജശേഖരൻ പറയുന്നത് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി BJPക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഉണ്ടാകില്ല എന്നാണ്. രാജ്യസഭാ എംപിമാരായ 7 കേന്ദ്രമന്ത്രിമാരുടെ കാലാവധി അവസാനിക്കുകയാണ്. ഇവരെ വീണ്ടും രാജ്യസഭയിലേക്ക് BJP നാമനിർദ്ദേശം ചെയ്തിട്ടുമില്ല. ഇതിൽ മലയാളിയായ V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേർ തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ജനവിധി തേടുമെന്ന സൂചനയും വന്നിരിക്കുകയാണ് കുമ്മനത്തിന്റെ പ്രതികരണം. BJP കേരളത്തിൽ തന്നെ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന 5 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് എന്നിവയാണവ. A ക്ലാസ് മണ്ഡലങ്ങളുടെ ഗണത്തിലാണ് ഇവ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത്തവണ 5 MPമാർ കേരളത്തിൽ നിന്നുണ്ടാകുമെന്ന BJP സംഘടനാ ചുമതലയുള്ള പ്രകാശ് ജാവേദ്കർ അവകാശപ്പെടുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് കുമ്മനം പറഞ്ഞു. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ജനസ്വീകാരനായ വ്യക്തിയെയാണ് BJP സ്ഥാനാർത്ഥിയാക്കുക. അത്ഭുതത്തിന് കാര്യമില്ലെന്നും കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്നും തീർത്തും ജനകീയനായിരിക്കുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ക്രൈസ്തവരുടെ പിന്തുണ ഇത്തവണ BJP പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കുമ്മനം പ്രതികരിച്ചു. സംസ്ഥാന സർക്കാർ ക്രൈസ്തവരെ അവഗണിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ രാമവികാരമുണ്ട്. കേരളം രാമകേരളമാണ്. ത്രേതായുഗത്തിൽ രാമൻ കേരളത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെന്നും അത് താൻ വിശ്വസിക്കുന്നുണ്ടെന്നും രാമായണ മാസവും സ്ഥലപ്പേരുകളുമെല്ലാം കേരളത്തിലെ രാമവികാരത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു.